ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോൺ എന്ന് പറയുന്ന നമ്മുടെ സീരീസിലെ പുതിയൊരു മോക്ക് ടെസ്റ്റുമായിട്ട് വന്നതാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ ചോദ്യങ്ങൾ വായിക്കും. നിങ്ങൾക്ക് ചോദ്യം വായിച്ചിട്ട് കിട്ടിയില്ല, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ മനസ്സിലാക്കിയ ശേഷം അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അവസാനം ആൻസേഴ്സൊക്കെ ഒന്ന് പരിശോധിക്കാം. റെഡിയാണല്ലോ? ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. 2. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 3. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 4. അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാൻ വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴി തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ഇത്. ഇപ്പോൾ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. പ്രസ്താവന 3 മാത്രം തെറ്റാണ്, പ്രസ്താവന 2 മാത്രം തെറ്റാണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്, പ്രസ്താവന 1 മാത്രം തെറ്റാണ്. ഇവിടെ നോക്കുക, പ്രസ്താവന പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തണം. 1924 മാർച്ച് 30 വൈക്കം മഹാദേവ ക്ഷേത്രം, ഇന്ത്യയിലെ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടന കലാപം, പിന്നെ അവർണ ജാതിക്കാർക്ക് വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴി തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട സമരം. ഇതിലേതാണ് തെറ്റ്, അല്ലെങ്കിൽ ഇതിലേതൊക്കെയാണ് ഈ പ്രസ്താവന പരിശോധിച്ചിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തുക. രണ്ടാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ, അരയ വംശ പരിപാലന യോഗം, കേരള പുലയ മഹാസഭ, ജാതിനാശിനി സഭ. PK ചാത്തൻ മാസ്റ്റർ, ആനന്ദ തീർത്ഥൻ, പാമ്പാടി ജോൺ ജോസഫ്, ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ഓക്കെ, ചേരുംപടി ചേർക്കുക, ഉത്തരം കമന്റ് ചെയ്യുക. റെഡി? മൂന്നാമത്തെ ചോദ്യം, ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ സമുദായ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് 2020 ജാനുവരിയിൽ പ്രാബല്യത്തിലായ ഭരണഘടനാ ഭേദഗതി ഏത്? 104-ാം ഭേദഗതി, 100-ാം ഭേദഗതി, 101-ാം ഭേദഗതി, 102-ാം ഭേദഗതി. ലോക്സഭയിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളിലെ അംഗങ്ങളുടെ നാമനിർദ്ദേശം അത് അവസാനിപ്പിച്ചു, അല്ലേ? അതറിയുന്നതാണ്. അത് ഏത് ഭേദഗതി പ്രകാരമാണ്? 2020-ൽ പ്രാബല്യത്തിൽ വന്ന ആ ഭരണഘടനാ ഭേദഗതി ഏതാണ്? നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. 1926-ലെ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊണ്ടത്. രണ്ടാമത്തേത്, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നതാണ് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ഔദ്യോഗിക പേര്. മൂന്നാമത്തേത് സി ഓപ്ഷൻ, RBI രൂപീകൃതമാകാൻ കാരണമായ RBI ആക്ട് 1935-ആണ്. RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ട് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1935-ആണ്. RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1949-ആണ്. വർഷങ്ങളൊക്കെ തരുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ഇതിലെല്ലാം ശരിയായിട്ട് നമുക്ക് തോന്നും. ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ ഇതിനകത്തുള്ള ശരിയല്ലാത്ത ഭാഗം നമുക്ക് കിട്ടും. കിട്ടിയല്ലോ? അഞ്ചാമത്തെ ചോദ്യം, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ലോക്സഭ, രാജ്യസഭ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം, പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം, പാർലമെന്റ്, നിയമസഭകൾ എന്നിവിടങ്ങളിലെ മുഴുവൻ അംഗങ്ങളും, പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും. ആറാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. കുന്ദൻ, ഭ്രാന്തൻ വേലായുധൻ, രവി നാരായണി. ഇത് കാണുമ്പോൾ തന്നെ കഥാപാത്രങ്ങളാണ്. ഖസാക്കിന്റെ ഇതിഹാസം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, മതിലുകൾ, ഇരുട്ടിന്റെ ആത്മാവ്. ഇത് കൃതികളാണ്. അപ്പം കൃതികളും കഥാപാത്രവും. ഇനി ഒരു പക്ഷേ ഇത് A പാർട്ട്, ഇത് B പാർട്ട്, ഇനി ഒരു പാർട്ട് കൂടി വരും. കർത്താവ് ആരാണ്? C പാർട്ട്. അതുകൂടി തന്നാൽ നല്ല കോംപ്ലക്സ് ആവും.
അല്ലേ? അപ്പോൾ സി പാർട്ട് കൂടി ചിലപ്പോൾ വരാം. അടുത്ത നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ABC എന്ന് പറയുന്ന 3 ഇത് വെച്ചിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഇതുപോലത്തേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുന്തൻ ഏതിൽ വരും? ഭ്രാന്തൻ, വേലായുധൻ, രവി, നാരായണി. ഒന്ന് ഉത്തരം പറയുക, കമൻറ്റ് ചെയ്യുക. 7ാമത്തെ ചോദ്യം, ധനബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവന രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം, ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം. ഇരു സഭകൾക്കും തുല്യ അധികാരമുണ്ട്. ധനബില്ലുകളിൽ അന്തിമ അധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. 8ാമത്തെ ചോദ്യം, മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു, ഭരണഘടനയുടെ 3ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. ഇവിടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. അപ്പോൾ തെറ്റ് ഒഴിവാക്കിയിട്ട് നോക്കുക. 1, 4, 1, 4, 2, 3 തന്നിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏത്? ധനകാര്യ മന്ത്രാലയം, ഗവൺമെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 10ാമത്തെ ചോദ്യം, ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ആര്? നോർമൻ മിയേഴ്സ്, എഡ്വേർഡ് വിൽസൺ, ജിം കോർബറ്റ്, സുന്ദർലാൽ ബഹുഗുണ. ഉത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാനുള്ള സമയമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് ക്ലാസ്സുകൾ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ശരിയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ശരിയാണ്. 1924 മാർച്ച് 30-നാണ്. അതും ശരിയാണ്. അവർണജാതിക്കാർക്ക് വൈക്കം ക്ഷേത്രത്തിന് മതിൽക്കെട്ടിന് പുറത്തുള്ള വഴി തുറന്നു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ സമരം നടന്നത്. ശരിയാണ്. അപ്പം 4ഉം ശരിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഉത്തരം ഏതായിരിക്കും? പ്രസ്താവന 3 മാത്രം തെറ്റ്, 2 മാത്രം തെറ്റ്, 1 മാത്രം. യെസ്, സി ആണ് ഇവിടുത്തെ ഉത്തരം കേട്ടോ. സി ആണ്. 2ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ ആരാണ് എന്നതാണ് ചോദ്യം. നമുക്കിത് നോക്കുക. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുണ്ടാവും. അത് കണക്ട് ചെയ്ത് നോക്കിയാൽ ഈ ഓപ്ഷൻസ് നോക്കിയാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ചേരമാർ മഹാസഭ ചേര എന്ന് പറയുന്നൊരു പാമ്പുണ്ടല്ലോ അല്ലേ? അപ്പോൾ ചേരപ്പാമ്പ്, പാമ്പാടി. ഓക്കെ, ചേരമാർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ്. എളുപ്പമാണ്. തിരുവിതാംകൂർ ചേരമാർ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ്. അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ. ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പമുള്ളതാണ്. കേരള പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. ഇനി ജാതി നാശന സഭയാണെങ്കിൽ ആനന്ദ തീർത്ഥൻ. അപ്പോൾ നോക്കണം, 1 C ആണ്, 2 D ആണ്, 3 A ആണ്, 4 B ആണ്. അപ്പോൾ ഇതിൽ നോക്കുക, 4B ഉള്ള എത്ര എണ്ണം ഉണ്ട്? 4B ഉള്ള 2 എണ്ണം ഉണ്ട് അല്ലെ, 3 എണ്ണം ഉണ്ട്. ശരി, നമുക്ക് 1 C ഉള്ള എത്ര എണ്ണം ഉണ്ട് നോക്കാം. 1 C ഉള്ള എല്ലാം ഉണ്ട്. 2 D ഉള്ള എത്ര എണ്ണം ഉണ്ട്? 2 D ഉള്ള 2 എണ്ണമാണുള്ളത്. ഓക്കെ, 3 A ഉള്ള 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ് ശരി ഉത്തരം. യെസ്. 3ാമത്തെ ചോദ്യം, ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തിരുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് 2020 ജാനുവരിയിൽ പ്രാബല്യത്തിലായ ഭരണഘടനാ ഭേദഗതി 104-ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 104-ാം ഭരണഘടനാ ഭേദഗതി. 4ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന 1926 ഹിൽട്ടൺ കമ്മീഷൻ ശുപാർശ പ്രകാരമാണ്. അതിൻ്റെ യഥാർത്ഥ പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നുള്ളത്. ശരിയാണ്. RBI രൂപീകൃതമാകാൻ കാരണമായ ആക്ട് RBI ആക്ട് 1935 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റാ, 34-ലാണ്. ഓക്കെ, RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായത് 1949 അതൊക്കെ ശരിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ C ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. C ആണ് വരിക. കാരണം എന്താ? റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ C ആണ്. അത് 35 എന്നാണ് പറഞ്ഞത്, 34-ലാണ്.
രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നതാരെല്ലാം? രാഷ്ട്രപതിയെ എന്ന് വായിച്ചാൽ തെറ്റി, ഉപരാഷ്ട്രപതിയെ. ഓക്കെ, അത് വരുന്നത് പാർലമെന്റിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളുമാണ്. അപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും തിരഞ്ഞെടുക്കാനുള്ള ഇലക്ട്രൽ കോളേജിന്റെ കേസ് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കണം. ആറാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. കുന്ദൻ, ബ്രാഹ്മൺ വേലായുധൻ, രവി നാരായണി. നോക്കണം, ഇത് കുന്ദൻ എന്നുള്ളത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിലെയാണ്. ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന കൃതിയിലാണ്. രവി എന്നുള്ളത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലുള്ളതാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലുള്ളതാണ് രവി. നാരായണി നമുക്കറിയാം മതിലുകളിലാണ്, മതിലുകൾ. അപ്പോൾ കുന്ദൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് 1B. ബ്രാഹ്മൺ വേലായുധൻ ഇരുട്ടിൻ്റെ ആത്മാവ്. 3 രവി ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പോൾ AIBIC 4. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ നോക്കണം, 1B ഉള്ള എത്ര എണ്ണം ഉണ്ടോ നോക്കുക. 1B ഉള്ള 3 എണ്ണം ഉണ്ട്. 2D ഉള്ള എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമേ ഉള്ളൂ. 3A ഉള്ള എത്ര എണ്ണം ഉണ്ട്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? സിമ്പിളായിട്ട് കിട്ടി. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ആറാമത്തെ ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആറാമത്തെ ചോദ്യമാണ്. ഇനി പറയാൻ പോകുന്നത് 7ാമത്തെ ചോദ്യം. ധനബില്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? രാജ്യസഭയ്ക്കാണ് കൂടുതൽ അധികാരം, തെറ്റാണ്. ഓക്കെ, ലോകസഭയ്ക്കാണ് കൂടുതൽ അധികാരം, ശരിയാണ്. ഇരുസഭകൾക്കും തുല്യ അധികാരമുണ്ട്, തെറ്റാണ്. ധനബില്ലുകളിൽ അന്തിമാധികാരം ലോക്സഭാ സ്പീക്കറുടേതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് 1ഉം 4ഉമാണ്, 2ഉം 4ഉമാണ്. 2ഉം 4ഉം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. 2, 4, D ആണ് ഓപ്ഷൻ. അടുത്ത ചോദ്യം, മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഭരണഘടനയുടെ 4ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടനയുടെ 3ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4ാം ഭാഗത്താണോ? അല്ല. ഭരണഘടനയുടെ 3ാം ഭാഗത്തല്ലേ? ആണ്. കോടതി നടപടികളിലൂടെ നേടിയെടുക്കാൻ കഴിയും, ശരിയല്ലേ? നേടിയെടുക്കാം. ബ്രിട്ടീഷ് ഭരണഘടനയിലാണ്? അല്ല, അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പോൾ 2, 3 എന്ന് വരുന്നത് ഏതാ ഓപ്ഷൻ ഉള്ളത്? 2, 3 ഓപ്ഷൻ D ആണ്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 10ാമത്തെ ചോദ്യം, ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്തത് നോർമൻ മിയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗം അല്ലെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക. ഒരു പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ജോയിൻ ചെയ്യാവുന്നതാണ്. 1400 രൂപയാണ് നമ്മുടെ LP-UPയുടെ കോഴ്സിൻ്റെ ഫീസായിട്ട് വരുന്നത്. ഫീസ് നിങ്ങൾക്ക് 2 തവണയായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക? ഒന്ന് വിളിക്കുക. ഓക്കെ, താങ്ക് യു.